ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖൊമൈനി ചാർജ് എടുത്തു. പരമോന്നത നേതാവായി മുസ്തഫ ഖൊമൈനി വന്നതോടുകൂടി അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ഖൊമൈനിയേക്കാൾ 10 മടങ്ങ് ശക്തനാണ് മുസ്തഫ ഖൊമൈനി എന്ന 56-കാരൻ. ഇറാൻ്റെ സൈനിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അതിനിടയിൽ അപ്രതീക്ഷിതമായ ഒരു നീക്കം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഗൾഫ് രാജ്യമായ UAE ഐക്യരാഷ്ട്രസഭയിൽ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പ്രകോപന നീക്കങ്ങളിൽ നിന്നും അമേരിക്കയും ഇസ്രായേലും പിന്തിരിയണം എന്നാണ് UAE ആവശ്യപ്പെട്ടത്. ഗൾഫ് നാടുകൾ ഇപ്പോൾ അമേരിക്കയെ അവിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയെ വിശ്വസിച്ചതാണ് തങ്ങളുടെ നേർക്ക് ആക്രമണമുണ്ടാകാൻ കാരണം എന്ന് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഒരു മയവുമില്ലാതെ ഇറാൻ ആക്രമണം നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ US-നെയും ട്രംപിനെയും ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ തങ്ങളുടെ രാജ്യങ്ങൾ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിന് വിധേയമാകുമെന്ന യാഥാർത്ഥ്യം ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു. അവിടെ തീവ്രമായ യുദ്ധം നടക്കുകയാണ് ഇപ്പോൾ. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ്റെ പടക്കപ്പലുകളെ തങ്ങൾ നശിപ്പിച്ചതായി US അവകാശപ്പെട്ടു. അതേസമയം ടെൽ അവീവിൽ സ്ഫോടന പരമ്പരകൾ തന്നെ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഓരോ അടിക്കും ഇറാൻ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. ഇറാൻ്റെ ആയുധപ്പുര ഒഴിഞ്ഞുവെന്ന് US പറയുമ്പോൾ US-ൻ്റെ ആയുധപ്പുരയാണ് ഒഴിഞ്ഞതെന്നും തങ്ങളുടെ ആയുധപ്പുര ആവനാഴി പോലെയാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഇറാൻ്റെ സൈനിക ഉപദേഷ്ടാവും സുപ്രീം ജനറലുമായ അലി ലാറിജാനി പറഞ്ഞത്, ഈ യുദ്ധം തങ്ങൾ തുടങ്ങിവെച്ചതല്ല, തുടങ്ങിവെച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ്. ഇനി നിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നാണ്. പക്ഷേ ഞങ്ങൾ അത് നിർത്തും. നിർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്, പക്ഷേ ഞങ്ങൾ അത് നിർത്തും. US-നെയും ട്രംപിനെയും അപലപിച്ചുകൊണ്ട് UAE രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് അരക്ഷിതബോധം ഉണ്ടായിരിക്കുന്നു. ഖത്തറിന് നേർക്കും കുവൈറ്റിന് നേർക്കും സൗദി അറേബ്യയ്ക്ക് നേർക്കും ബഹ്റിന് നേർക്കും ജോർദാന് നേർക്കും ഒക്കെ ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ പുരോഗമിക്കുന്നു. ജോർദാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം, ജോർദാന് അമേരിക്ക നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനം, താഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം നിഷ്പ്രഭമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ നിഷ്ഫലമായി മാറിയിരിക്കുന്നു ഇറാൻ്റെ ആക്രമണത്തിൽ. ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഇറാനും കൂട്ടായി അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടരുമ്പോൾ ഗൾഫ് രാജ്യങ്ങളാണ് പ്രതിസന്ധിയിലായി മാറുന്നത്. അവർ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആശ്രയിച്ചത് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അമേരിക്ക സൈനികപരമായി തങ്ങളെ പിന്തുണയ്ക്കും എന്നവർ വിശ്വസിച്ചു. പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട അവസ്ഥ ഇറാൻ എന്ന വൻ ശക്തിയോട്. ഈ സാഹചര്യത്തിലാണ് UAE തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക യുദ്ധം നിർത്തണമെന്ന് UAE ആവശ്യപ്പെടുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയും ഇറാന് വലിയ വിജയവുമായി മാറിയിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒരവസരത്തിൽ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ക്ഷമ ചോദിച്ചിരുന്നു. പക്ഷേ സൈന്യം ഇറാൻ പ്രസിഡന്റിനെ തിരുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഗൾഫ് രാജ്യങ്ങളുടെ മേലുള്ള ആക്രമണം തുടരും എന്ന് തന്നെയാണ് സൈന്യം വിലയിരുത്തുന്നത്. അതിനിടയിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പുതിയ പരമോന്നത നേതാവായ മുസ്തഫ ഖൊമൈനിക്ക് US ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അത് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. നുണ പ്രചരിപ്പിക്കാൻ അമേരിക്കയെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ ഓരോന്നോരോന്നായി തകരുകയാണ് ഇറാനിൽ.
ഇറാനിന് മേൽ കനത്ത ബോംബാക്രമണം നടത്തിയിട്ടും IRGC ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്നു. അതിനിടയിലാണ് UAE അമേരിക്കയെയും ഇസ്രായേലിനെയും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കിട്ടിയ വമ്പൻ പണിയാണ്.